അൾട്ടിമേറ്റ് സെയിൽസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജാവാസ്ക്രിപ്റ്റ് അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും സ്ട്രക്ചറും ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എങ്ങനെയാണ് ജാവാസ്ക്രിപ്റ്റ് HTML പേജിൽ നമ്മൾ എംബഡ് ചെയ്യാന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. ഇനി നമ്മൾ പറഞ്ഞു ഈ ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഡാറ്റ വാലിഡേഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, ക്ലയന്റ് സൈഡ് വാലിഡേഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. നമ്മൾ ക്ലയന്റിന്റെ കയ്യിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഡാറ്റ നമ്മൾ എടുക്കുന്നത് യൂസിങ് HTML ഫോംസ് ആണ് നമ്മൾ എടുക്കുന്നത്. HTML ഫോംസിനകത്ത് നമുക്ക് കുറേയധികം ഫോം കൺട്രോൾസ് ഉണ്ട്. ടെക്സ്റ്റ് ബോക്സ്, പാസ്വേഡ് ബോക്സ്, ചെക്ക് ബോക്സ്, റേഡിയോ ബട്ടൺ, സബ്മിറ്റ് ബട്ടൺ, അങ്ങനെ കുറേയധികം ഫോം കൺട്രോൾസ് നമുക്ക് അവൈലബിൾ ആണ്. ഈ ഫോം കൺട്രോൾസിൽ എൻട്രി ചെയ്യുന്ന ഡാറ്റാസ് അത് കറക്റ്റ് ഡാറ്റ തന്നെയാണോ, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന നമ്മുടെ വെബ്സൈറ്റിൽ പറഞ്ഞിരിക്കുന്ന ഫോർമാറ്റിൽ കറക്റ്റ് ആയിട്ടാണോ അവർ എൻട്രി ചെയ്തിരിക്കുന്നത്, അത് ഡാറ്റ എൻട്രി ചെയ്തിട്ടുണ്ടോ, സ്കിപ്പ് ചെയ്ത് വിട്ടുണ്ടോ, ഏതെങ്കിലും ഒരു ഫോമിൽ നമുക്ക് അത്യാവശ്യമുള്ള ഏതെങ്കിലും റിക്വേർഡ് ഫീൽഡുകൾ നമ്മൾ കൊടുത്തിട്ടുള്ള ഏതെങ്കിലും ഫോം കൺട്രോൾസ് ഫിൽ ചെയ്യാതെ അവർ വിട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നതിനെയാണ് നമ്മൾ ഡാറ്റ വാലിഡേഷൻ എന്ന് പറയുന്നത്. ചില സൈറ്റുകൾ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും പാസ്വേഡിന്റെ ചില ഫോർമാറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 8 ക്യാരക്ടർ വേണം, അതുപോലെ നമ്പർ വേണം, അല്ലെങ്കിൽ ഒരു ക്യാപിറ്റൽ ലെറ്റർ വേണം. പാസ്വേഡ് നമ്മുടെ വെബ്സൈറ്റിൽ സെറ്റ് ചെയ്തിരിക്കുന്ന പാറ്റേണും കറക്റ്റ് ആണോ നോക്കാം. അതുപോലെ ഫോൺ നമ്പേഴ്സിലെ നമ്പേഴ്സ് ആണോ എൻട്രി ചെയ്തിരിക്കുന്നത്, ക്യാരക്ടർ വല്ലതും ഉണ്ടോ, ഉണ്ടെങ്കിൽ അവരുടെ കറക്റ്റ് നമ്പർ എൻട്രി ചെയ്യാനായിട്ടുള്ള ഒരു പ്രൊവിഷൻ നമുക്ക് കൊടുക്കാം. അല്ലെങ്കിൽ ഏജ് എൻട്രി ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് ഏജ് കറക്റ്റ് ആയിട്ടാണോ, നമ്പർ തന്നെയാണോ എൻട്രി ചെയ്തിരിക്കുന്നത്, ക്യാരക്ടർ ആയിട്ട് ചിലപ്പോൾ തെറ്റി എൻട്രി ചെയ്യണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ മെസ്സേജ് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണം. പിന്നെ ചില റിക്വേർഡ് ഫീൽഡ്സ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ആ ഫീൽഡുകൾ എൻട്രി ചെയ്താൽ മാത്രമേ നമുക്ക് ഫർദർ മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ നമ്മൾ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് കഴിഞ്ഞാൽ, സബ്മിറ്റ് ബട്ടൺ ക്ലയന്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിക്വേർഡ് ഫീൽഡുകളെല്ലാം അവർ ഫില്ല് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാനായിട്ട് അങ്ങനെ കുറേയധികം കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ്, ജാവാസ്ക്രിപ്റ്റ് പോലുള്ള ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതെല്ലാം നമ്മുടെ ബ്രൗസറിൽ തന്നെയാണ്, നമ്മുടെ ജാവാസ്ക്രിപ്റ്റ് എഞ്ചിനാണ് ഇതെല്ലാം ചെയ്യുന്നത്. സെർവറിലോട്ട് അയക്കുന്നതിന് മുന്നേ തന്നെ ഈ ടൈപ്പിലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ബ്രൗസറിൽ തന്നെ ചെയ്യും. എന്നിട്ടാണ് ആ ഡാറ്റയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ സെർവർ സൈഡ് പ്രോഗ്രാംസിലേക്ക് സെൻഡ് ചെയ്യുന്നത്. കുറച്ച് ജാവാസ്ക്രിപ്റ്റ് ഇവന്റ്സ് പഠിക്കാനുണ്ട്. ജാവാസ്ക്രിപ്റ്റ് ഇവന്റ്സ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മുടെ ക്ലയന്റ് നമ്മുടെ ബ്രൗസർ വിൻഡോയിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത് അതിനനുസരിച്ച് നമുക്ക് ചില കോഡുകൾ ബിഹൈൻഡിൽ റൺ ചെയ്യാനായിട്ട് പറ്റും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് ബോക്സ്. ഇപ്പൊ ടെക്സ്റ്റ് ബോക്സിൽ നമ്മുടെ മൗസ് പോയിന്റർ വെച്ച് ക്ലയന്റ് ക്ലിക്ക് ചെയ്യണം. അപ്പോ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താണ് ആ ഒരു സമയത്ത് നടക്കേണ്ടത് എന്ന കാര്യങ്ങൾ എഴുതി കൊടുക്കാനായിട്ടുള്ള ഒരു പ്രൊവിഷൻ നമ്മുടെ ജാവാസ്ക്രിപ്റ്റിനകത്തുണ്ട്. അതിനാണ് ഇവന്റ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഏതെങ്കിലും ഫോം കൺട്രോളിന്റെ മീതെ കൂടെ നമ്മുടെ മൗസ് ഒന്ന് മൂവ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു ഫോം കൺട്രോളിന്റെ ഭാഗത്ത് നിന്ന് മൗസ് പുറത്ത് കിടക്കുമ്പോൾ, അതുപോലെ തന്നെ നമ്മുടെ കീബോർഡിലെ കീ പ്രസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ആക്ഷൻ വേണമെങ്കിൽ അത്, കീ റിലീസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ജാവാസ്ക്രിപ്റ്റ് കോഡ് റൺ ചെയ്യണമെങ്കിൽ അത് എഴുതി കൊടുക്കാനൊക്കെ. അങ്ങനെ കുറേയധികം ജാവാസ്ക്രിപ്റ്റ് ഇവന്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് ഈ +2 ലെവലിലെ 5 ഇവന്റ്സ് ആണ് പഠിക്കാനുള്ളത്. നോക്കാം ഏതൊക്കെ ഇവന്റ്സ് ആണ് നമുക്ക് ഉള്ളിലേക്ക് നോക്കാം. അപ്പൊ ആദ്യത്തേതാണ് ഓൺ മൗസ് പോയിന്റർ വഴി ഒരു ഫോം കൺട്രോളിൽ ക്ലിക്ക് ചെയ്യാം. ടെക്സ്റ്റ് ബോക്സ് ആവാം, പാസ്വേഡ് ബോക്സ് ആവാം, സബ്മിറ്റ് ബട്ടൺ ആവാം. അല്ലെ, സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുക, നമ്മുടെ ഈ ഡാറ്റാസ് നമുക്ക് സബ്മിറ്റ് ആവണം. അപ്പൊ അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓൺ ക്ലിക്ക് ഇവന്റിന്റെ പ്രാധാന്യം വരുന്നത്. ആ ഒരു ഒബ്ജക്റ്റിൽ ഏതൊരു എലമെന്റ് ആയിക്കോട്ടെ, ആ എലമെന്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താണ് ജാവാസ്ക്രിപ്റ്റ് കോഡിൽ അല്ലെങ്കിൽ എന്താണ് ആ ഒരു ഫോമിനകത്ത് നടക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഓൺ ക്ലിക്ക് എന്നുള്ള ഇവന്റ് നമ്മൾ എഴുതി കൊടുക്കുന്നത്. പിന്നെയുള്ള ഇവന്റ് ആണ് ഓൺ മൗസ് എന്റർ, അതുപോലെ ഓൺ മൗസ് ലീവ്. അപ്പൊ നമ്മുടെ ഒരു ഫോം കൺട്രോളിൽ ടെക്സ്റ്റ് ബോക്സ് ആണെന്ന് വിചാരിക്കാം. ആ ടെക്സ്റ്റ് ബോക്സിൽ നമ്മുടെ മൗസ് ഒന്ന് മൂവ് ചെയ്യണം. ടെക്സ്റ്റ് ബോക്സിന്റെ മീതെ കൂടെ മൗസ് മൂവ് ചെയ്യണം. ആ മൗസ് മൂവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ആ ഒരു ഫോമിനകത്ത് എന്തെങ്കിലും വേരിയേഷൻസ്, നമുക്ക് ആ ഒരു ടെക്സ്റ്റ് ബോക്സ് ഒന്ന് ഫോം കൺട്രോളിനകത്ത് എന്ത് ഡാറ്റയാണ് നമുക്ക് എൻട്രി ചെയ്യേണ്ടത് ഒരു ഇൻഫോർമേഷൻ നമുക്ക് ചെറിയായിട്ട് വേണമെങ്കിൽ അവിടെ നമ്മൾ മൗസ് പോയിന്റർ വെക്കുന്ന സമയത്ത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാം. അങ്ങനെയുള്ള കുറെ വെബ്സൈറ്റുകളിലാണ് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഓൺ മൗസ് ലീവ്, ആ മൗസ് അവിടുന്ന് നമ്മുടെ ഫോം കൺട്രോളിൽ മറന്ന് ലീവ് ചെയ്യുമ്പോൾ, മാറി പോകുമ്പോൾ എന്തൊക്കെ ആക്ഷൻസ് നമുക്ക് ചെയ്യണം എന്ന് എഴുതി കൊടുക്കാനുള്ളതാണ് ഓൺ മൗസ് ലീവ് എന്ന് പറയുന്നത്. പിന്നെയുള്ളതാണ് ഓൺ കീ ഡൗൺ, ഓൺ കീ അപ്പ്. ഞാൻ പറഞ്ഞു നമ്മുടെ കീബോർഡിൽ നമ്മൾ കീ പ്രസ് ചെയ്യാനുള്ള ഒരു ഇവന്റ്, ആ ഇവന്റ് നടക്കുമ്പോൾ എന്ത് ആക്ഷൻ ആണ് എഴുതി കൊടുക്കുക. കീ റിലീസ് ചെയ്യുമ്പോൾ എന്തൊക്കെ ആക്ഷൻസ് നമ്മുടെ ആ
ആ ഒരു പേജിനകത്ത് വേണമെന്നുള്ളത് കോഡ് എഴുതി കൊടുക്കാനുള്ള ഇവന്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് കോഡ് എഴുതുമ്പോൾ അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അത് എങ്ങനെയാണ് ആക്സസ് ചെയ്യുക, ഫോം കൺട്രോൾസ് എങ്ങനെയാണ് ആക്സസ് ചെയ്യുക എന്നുള്ളത് പറഞ്ഞിട്ട് ഞാൻ ഒരു കോഡ് നിങ്ങൾക്ക് റൺ ചെയ്ത് കാണിച്ചു. ഇനി എങ്ങനെയാണ് ഒരു ഫോം കൺട്രോളിൽ നിന്ന് നമുക്ക് ഡാറ്റ ആക്സസ് ചെയ്യാൻ പറ്റുക നോക്കാം. അപ്പൊ നമ്മൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, ഫോം എഴുതുമ്പോൾ തന്നെ നമ്മൾ HTML ഫോം ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ ആ ഫോമിൽ ഒരു പേര് കൊടുക്കണം. ഫോമിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഒരു പേര് നിർബന്ധമായിട്ട് നമ്മൾ ഫോമിന് കൊടുത്തിരിക്കണം. ഫോമിന് മാത്രമല്ല, അതിനകത്ത് എഴുതുന്ന ഓരോ ഫോം കൺട്രോൾസിനും, ടെക്സ്റ്റ് ബോക്സ് ആയിക്കോട്ടെ, പാസ്വേഡ് ബോക്സ് ആയിക്കോട്ടെ, എന്തൊക്കെയാണോ നമ്മൾ അതിനകത്ത് എഴുതി കൊടുക്കുന്നത് അതിനെല്ലാം ഒരു പേര് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഒരു പേര് നമ്മൾ നിർബന്ധമായിട്ടും കൊടുത്തിരിക്കണം. എങ്കിൽ മാത്രമേ കറക്റ്റ് ആയിട്ട് നമുക്ക് അതിനെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അതാണ് രണ്ട് കാര്യം ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ എഴുതുന്ന ഫോമിന് പേര് കൊടുക്കണം, ഫോം കൺട്രോൾസിന് പേര് കൊടുക്കണം. ഏതൊരു ഫോം കൺട്രോളിനെ ആക്സസ് ചെയ്യണമെങ്കിലും നമ്മൾ ആദ്യം ഫോമിനെ ആക്സസ് ചെയ്യണം. ഫോം നമ്മൾ എഴുതി കൊടുക്കാം, ബോഡി ടാഗിനകത്താണ് എഴുതി കൊടുക്കുക. ബോഡി ടാഗിനകത്ത് എഴുതി കൊടുത്ത കാര്യങ്ങളാണ് നമ്മുടെ ബ്രൗസർ വിൻഡോയിൽ ഡിസ്പ്ലേ ആവുന്നത്. ഈ ബ്രൗസർ വിൻഡോനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ റൈറ്റ് ഫംഗ്ഷൻ എടുത്തപ്പോൾ പറഞ്ഞിരുന്നു, ഡോക്യുമെന്റ് എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ആണ് നമ്മുടെ ബോഡി പാർട്ടിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്തിനെ ആക്സസ് ചെയ്യണമെങ്കിലും ആദ്യം എന്ത് എഴുതി കൊടുക്കണം, ഡോക്യുമെന്റ് എന്ന് പറയുന്ന ബോഡി പാർട്ടിനെ ആദ്യം റെപ്രസെന്റ് ചെയ്യണം. അപ്പൊ ഡോക്യുമെന്റ് ഡോട്ട്. ഇനി ആ ബോഡി പാർട്ടില് നമുക്ക് എന്താണ് ആക്സസ് ചെയ്യേണ്ടത്, ഫോമാണ് ആക്സസ് ചെയ്യേണ്ടത് അല്ലെ. അപ്പൊ ഫോമിന്റെ പേര് കൊടുത്തിട്ടുണ്ട്, ആ ഫോമിന്റെ പേര് അവിടെ എഴുതി കൊടുക്കാം. എന്താണ് നമ്മുടെ ഫോമിന്റെ പേര്, ആ ഫോമിന്റെ പേര് എഴുതി കൊടുക്കാം, ഡോട്ട്. ഇനി ഏത് ഫോം കൺട്രോൾ ആണോ നമ്മൾ ആക്സസ് ചെയ്യാൻ പോകുന്നത്, ടെക്സ്റ്റ് ബോക്സ് ആണെങ്കിൽ ടെക്സ്റ്റ് ബോക്സിന്റെ പേര് എഴുതി കൊടുക്കാം, പാസ്വേഡ് ബോക്സ് ആണെങ്കിൽ പാസ്വേഡ് ബോക്സിന്റെ പേര് എഴുതി കൊടുക്കാം, അല്ല റേഡിയോ ബട്ടൺ ആണെങ്കിൽ റേഡിയോ ബട്ടന്റെ പേര് എഴുതി കൊടുക്കാം, ഡോട്ട്. എന്താണ് അതിന് ആക്സസ് ചെയ്യേണ്ടത്, അതിന്റെ വാല്യൂ ആണ് നമുക്ക് ആക്സസ് ചെയ്യേണ്ടത് അല്ലെ. ടെക്സ്റ്റ് ബോക്സിൽ അല്ലെങ്കിൽ പാസ്വേഡ് ബോക്സിൽ നമ്മൾ എന്താണോ നമ്മുടെ ക്ലയന്റ് എൻട്രി ചെയ്തത് ആ ഡാറ്റയാണ് നമുക്ക് ആക്സസ് ചെയ്യേണ്ടത്. അപ്പൊ ഡോട്ട് വാല്യൂ എന്ന് പറയുന്ന പ്രോപ്പർട്ടിയാണ് അതൊന്ന് ഡാറ്റ ആക്സസ് ചെയ്യാനായിട്ട് നമ്മൾ എഴുതുന്നത്. അപ്പൊ ടെക്സ്റ്റ് ബോക്സ്, പാസ്വേഡ് ബോക്സ്, റേഡിയോ ബട്ടൺ, ഈ മൂന്ന് കാര്യങ്ങളിൽ നിന്ന് ഡാറ്റ ആക്സസ് ചെയ്യണമെങ്കിൽ ഡോക്യുമെന്റ് ഡോട്ട് ഫോം നെയിം ഡോട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന നെയിം, ടെക്സ്റ്റ് ബോക്സിന്റെ അല്ലെങ്കിൽ പാസ്വേഡ് ബോക്സിന്റെ പേര് ഡോട്ട് വാല്യൂ എന്ന് പറയുന്ന പ്രോപ്പർട്ടി എഴുതി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്ത് എഴുതിയിട്ടുള്ള വാല്യൂ നമുക്ക് റിട്രീവ് ചെയ്ത് കിട്ടും. നമുക്കൊരു ചെറിയ കോഡ് നോക്കാം, അപ്പൊ നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ അത് മനസ്സിലാവും. ഈ ഒരു പ്രോഗ്രാം രണ്ട് നമ്പേഴ്സ് റീഡ് ചെയ്തിട്ട്, രണ്ട് ടെക്സ്റ്റ് ബോക്സ് റീഡ് ചെയ്തിട്ട് വേറൊരു ടെക്സ്റ്റ് ബോക്സിൽ നമുക്ക് ഔട്ട്പുട്ട് സമ്മ് ഡിസ്പ്ലേ ചെയ്യാനുള്ള പ്രോഗ്രാമാണ്. നമ്മളൊരു സബ്മിറ്റ് ബട്ടൺ ഉണ്ട്, ആ സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡിസ്പ്ലേ ചെയ്യണം. അപ്പോൾ ഞാൻ ഫോം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതിന് ഞാൻ സം കാൽക്ക് എന്ന് പറയുന്ന പേര് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് നമ്പർ എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട് മെസ്സേജ് കൊടുത്തു. ദെൻ അത് ഇൻപുട്ട് ടാഗിൽ ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ് ബോക്സ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. നെയിം എന്ത് കൊടുത്തു, ഫസ്റ്റ് എന്ന് പറയുന്ന ഒരു നെയിം, നമുക്ക് ഇഷ്ടമുള്ള നെയിം കൊടുക്കാം. ഈ നെയിം വെച്ചിട്ട് വേണം നമുക്കതിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട്. ദെൻ സെക്കൻഡ് നമ്പർ എന്നൊരു മെസ്സേജ് കൊടുത്തു. അതിൻ്റെ ഇൻപുട്ട് ബോക്സിന് ടെക്സ്റ്റ് ബോക്സിന് എന്ത് പേര് കൊടുത്ത, സെക്കൻഡ് എന്ന് പറയുന്നൊരു പേര് കൊടുത്തു. ഇനി സം ഡിസ്പ്ലേ ചെയ്യാനായിട്ട് ഒരു ടെക്സ്റ്റ് ബോക്സ്, അതിന് പേര് ഞാൻ സം എന്ന് കൊടുത്തു. ദെൻ നമുക്ക് സബ്മിറ്റ് ബട്ടൺ, അതുമ്മേ പ്രിന്റ് ചെയ്യേണ്ട വാല്യൂ റിസൾട്ട് എന്നാണ് വേണ്ടത്. അത് ഓൺ ക്ലിക്കിൽ ആ ഒരു സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഷോ സം എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ് കോൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഷോ സം എന്നുള്ള ഫംഗ്ഷനിലോട്ടാണ് ഇതിന് എക്സിക്യൂഷൻ പോകുന്നത് നമ്മൾ ആ സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത്. അത് ഡിഫറെൻറ്റ് ഇവൻറ്റ്സ് നമ്മൾ കണ്ടില്ലേ, അതിന് എക്സാമ്പിളാണ് ഈ ഓൺ ക്ലിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഷോ സം എന്ന് പറയുന്ന ഫംഗ്ഷനിലോട്ട് എക്സിക്യൂഷൻ പോകണം. നമ്മുടെ ഫംഗ്ഷൻ ഷോസം ഞാൻ ഹെഡിനകത്താണ് എഴുതി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സ്ക്രിപ്റ്റ് ടാഗ് ഓപ്പൺ ചെയ്തിട്ട് വേണം ഫംഗ്ഷൻ എഴുതി കൊടുക്കാനായിട്ട്. ഷോസം എന്നുള്ളത് എഴുതി അതിൽ num1 num2 ആൻസർ സേവ് ചെയ്യാനുള്ള 3 വേരിയബിൾസ് ഡിക്ലെയർ ചെയ്തു. ഇനി num1 എന്നുള്ള വേരിയബിളിന് ഞാൻ എന്ത് ചെയ്യാണ്, ഡോക്യുമെന്റ് ഡോട്ട്, നമ്മുടെ ഫോമിൻ്റെ പേര് എന്താണ്, സം കാൽക്ക്, പിന്നെ ഡോട്ട് ടെക്സ്റ്റ് ബോക്സിൻ്റെ ആദ്യത്തെ ടെക്സ്റ്റ് ബോക്സിൻ്റെ പേര് ഫസ്റ്റ്, ഡോട്ട് വാല്യൂ. അപ്പോൾ അതിലെ വാല്യൂ എടുക്കണം. ആ വാല്യൂ എടുത്തിട്ട് എന്ത് ചെയ്യണം, num1 എന്ന് പറയുന്ന വേരിയബിൾ സേവ് ചെയ്യണം. അതുപോലെ num2ൽ നമ്മൾ എന്തെടുക്കുകയാണ്, ഡോക്യുമെന്റ് ഡോട്ട് സം കാൽക്ക് ഡോട്ട് സെക്കൻഡ് ഡോട്ട് വാല്യൂ. ഇനി ആൻസറിൽ num1 num2 കൂടി ആഡ് ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് ഒരു ടെക്സ്റ്റ് ബോക്സ് ഉണ്ട്, നമുക്ക് മൂന്നാമത്തെ ഒരു ടെക്സ്റ്റ് ബോക്സ് ഉണ്ട്, ഡോക്യുമെന്റ് ഡോട്ട് സം കാൽക്ക് ഡോട്ട് സം ഡോട്ട് വാല്യൂ ഈക്വൽ ടു നമുക്ക് കിട്ടിയ റിസൾട്ട് നമ്മൾ അതിനകത്തോട്ട് അസൈൻ ചെയ്ത് കൊടുത്തു. അപ്പോൾ നമ്മുടെ തേർഡ് ടെക്സ്റ്റ് ബോക്സിനകത്ത് റിസൾട്ട് നമുക്ക് ഡിസ്പ്ലേ ചെയ്യണം. ഇതാണ് നമ്മുടെ പ്രോഗ്രാം. നമുക്ക് ഔട്ട്പുട്ട് നോക്കി നോക്കാം. ഔട്ട്പുട്ട് ഞാൻ 3, 2 എന്നുള്ള ഇൻപുട്ടുകൾ കൊടുത്തപ്പോൾ
32 എന്നാണ് ഔട്ട്പുട്ട് കിട്ടിയത്. സ്ട്രിങ് വാല്യൂ കോൺകാറ്റിനേഷനാണ് അവിടെ പ്ലസ് ഓപ്പറേറ്ററിന് നടന്നത്. അപ്പോൾ അത് മാറ്റി കൊടുക്കാനായിട്ട് നമുക്ക് ആദ്യം എന്ത് ചെയ്യണം, നമ്മൾ ആ ടെക്സ്റ്റ് ബോക്സിന് വാല്യൂ എടുക്കുമ്പോൾ അതിനെ ആദ്യം നമ്പറാക്കി കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നമ്പറായിട്ട് റിസൾട്ട് കിട്ടാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് നമ്പർ എന്ന് പറയുന്ന ഫംഗ്ഷൻ. അപ്പോൾ നമ്പർ എന്ന് പറയുന്ന ഫംഗ്ഷൻ വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ഈ സ്ട്രിങ് ആയിട്ട് നമുക്ക് ടെക്സ്റ്റ് ബോക്സിൽ കിട്ടുന്ന വാല്യൂവിനെ നമ്പറാക്കി കൺവേർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ അതേ കോഡ് തന്നെയാണ്, അത് കുറച്ച് മോഡിഫിക്കേഷൻസ് വരുത്തി. അതുപോലെ എക്സ്ട്രാ ഒരു ചെക്കിങ്, അതായത് നമ്മൾ ബ്ലാങ്ക് ആയിട്ടാണോ ഫസ്റ്റ് അതുപോലെ സെക്കൻഡ് ടെക്സ്റ്റ് ബോക്സിൽ ഇട്ടിരിക്കുന്നത് എന്നുള്ള ചെക്കിങ് കൊടുക്കാനായിട്ട് 2 കോഡ് കൂടി ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കുക, ഇഫ് ഡോക്യുമെന്റ് ഡോട്ട് സം കാൽക്ക് ഡോട്ട് ഫസ്റ്റ് ഡോട്ട് വാല്യൂ ഈക്വൽ ടു നൾ ആണോ നോക്കി. അങ്ങനെയാണെങ്കിൽ എൻ്റർ എ നമ്പർ എന്നുള്ള ഒരു അലേർട്ട് ബോക്സ് കൊടുത്തു, അവിടെ തന്നെ റിട്ടേൺ കൊടുത്തു. അപ്പോൾ അവിടെ റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ താഴെയൊന്നും എക്സിക്യൂട്ട് ആവില്ല, എക്സിറ്റ് ആവും. അതുപോലെ തന്നെ രണ്ടാമത്തെ ഇതിൽ നമ്മൾ ചെക്ക് ചെയ്തു. ദെൻ നമ്പർ എന്നുള്ള കൺവേർഷൻ മാത്രമാണ് പിന്നോട് എക്സ്ട്രാ നമ്മൾ കൊടുത്തത്. അപ്പോൾ നോക്കുക, ഔട്ട്പുട്ട് നോക്കുക. ഞാൻ 3.5 എന്ന് കൊടുത്തപ്പോൾ നമുക്ക് എന്താ ഔട്ട്പുട്ട് കിട്ടി, 8 എന്നുള്ള ഔട്ട്പുട്ട് നമുക്ക് കിട്ടി. നമ്മൾ സ്ട്രിങ് വാല്യൂവിനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ നമ്പർ ഓഫ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ ഫസ്റ്റ് നമ്പറിനൊന്നും കൊടുക്കാതെ കൊടുക്കുമ്പോൾ എന്തായി, അലേർട്ട് ബോക്സ് വന്നു, പ്ലീസ് എൻ്റർ എ നമ്പർ എന്ന് വന്നു. ഇനി ഫസ്റ്റിൽ കൊടുത്തു, സെക്കൻഡിൽ കൊടുക്കാതെ ഞാൻ റിസൾട്ട് ഷോ ചെയ്യാൻ പറഞ്ഞപ്പോൾ പ്ലീസ് എൻ്റർ എ നമ്പർ എന്നുള്ള അലേർട്ട് ബോക്സ് നമുക്ക് ഡിസ്പ്ലേ. അടുത്തൊരു പ്രോഗ്രാം ഒരു നെയിമും അതുപോലെ പാസ്വേഡ് എൻ്റർ ചെയ്യാനായിട്ടുള്ള അതുപോലെ ലോഗിൻ ചെയ്യാനായിട്ടുള്ള ഒരു ഫോമാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഫോമിന് ഞാൻ റെജ് എന്നുള്ള പേര് കൊടുത്തു. നെയിം ടെക്സ്റ്റ് ബോക്സ്, അതിന് നെയിം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ദെൻ പാസ്വേഡ് ടൈപ്പ് കൊടുത്തു, പാസ് എന്നുള്ള പേര് കൊടുത്തു. ദെൻ സബ്മിറ്റ് ബട്ടൻ്റെ മീതെ ലോഗിൻ എന്നാണ് വാല്യൂ കൊടുത്തിട്ടുള്ളത്. ദെൻ ഓൺ ക്ലിക്കിൽ ചെക്ക് ഡാറ്റ എന്നുള്ള ഫംഗ്ഷൻ വിളിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്കിതിൽ നെയിം എൻ്റർ ചെയ്യാനും പാസ്വേഡ് എൻ്റർ ചെയ്യാനും കണ്ടീഷൻസാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പല സൈറ്റിലും ഇതുപോലെയുള്ള കുറേ ക്രൈറ്റീരിയാസ് ഉണ്ടായിരിക്കും. നമ്മൾ നെയിം എൻ്റർ ചെയ്യാനും പാസ്വേഡ് എൻ്റർ ചെയ്യാനും കുറേ പാറ്റേൺസ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ എക്സാമ്പിളാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നെയിം ഇവിടെ കൊടുത്തിരിക്കുന്ന കണ്ടീഷൻ അറ്റ്ലീസ്റ്റ് 5 ക്യാരക്ടേഴ്സ് എങ്കിലും ഉണ്ടായിരിക്കണം. അതുപോലെ പാസ്വേഡിന് മിനിമം 5 ക്യാരക്ടേഴ്സും മാക്സിമം 10 ക്യാരക്ടേഴ്സുമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതുപോലെ പല ക്രൈറ്റീരിയാസും നമുക്ക് ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് കോഡുകൾ നമുക്ക് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ എക്സാമ്പിളാണ് ഞാനിവിടെ കാണിക്കുന്നത്. നമ്മുടെ ചെക്ക് ഡാറ്റ എന്നുള്ള ഫംഗ്ഷൻ നമ്മൾ ഹെഡിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൽ എഫ് നെയിം എഫ് പാസ് എന്നുള്ള 2 വേരിയബിളിലോട്ട് നമ്മുടെ ടെക്സ്റ്റ് ബോക്സിനെയും പാസ്വേഡ് ബോക്സിനെയും വാല്യൂ എടുക്കാനായിട്ട് 2 വേരിയബിൾ ഞാൻ യൂസ് ചെയ്തിരിക്കുകയാണ്. എഫ് നെയിം ഈക്വൽ ടു ഡോക്യുമെൻറ്റ് ഡോട്ട് റെജ് ഡോട്ട് നെയിം ഡോട്ട് വാല്യൂ, നമ്മുടെ ഫോമിൻ്റെ നെയിമും ടെക്സ്റ്റ് ബോക്സിൻ്റെ നെയിം. അതുപോലെ തന്നെ എഫ് പാസ് ഈക്വൽ ടു പാസ്വേഡ് ബോക്സിലെ വാല്യൂ എടുക്കാനായിട്ട് റെജ് ഡോട്ട് പാസ് ഡോട്ട് വാല്യൂ എന്നുള്ള ഫോമാറ്റ് യൂസ് ചെയ്തു. ഇനി ഞാൻ ആദ്യം നമ്മൾ ചെക്ക് ചെയ്യുന്നത് എഫ് നെയിം എന്ന് പറയുന്നത്, അതായത് നമുക്ക് ആദ്യത്തെ ടെക്സ്റ്റ് ബോക്സ് നെയിം എന്ന് പറയുന്ന ടെക്സ്റ്റ് ബോക്സിനകത്ത് വാല്യൂ എന്തെങ്കിലും എൻ്റർ ചെയ്തിട്ടുണ്ടോ, എൻ്റർ ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റർ ചെയ്യാനുള്ളൊരു മെസ്സേജ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അലേർട്ടിൽ പ്ലീസ് എൻ്റർ എ നെയിം അലേർട്ട് ബോക്സിൽ കൊടുത്തു, റിട്ടേൺ ചെയ്തു. ഇനി നമുക്ക് പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ എന്താണ്, അറ്റ്ലീസ്റ്റ് 5 ക്യാരക്ടേഴ്സ് എങ്കിലും നമുക്ക് ആ ഒരു നെയിമിനകത്ത് ഉണ്ടായിരിക്കണം. അപ്പോൾ അത് ചെക്ക് ചെയ്യാനായിട്ട് ഇഫ് എഫ് നെയിം ഡോട്ട് ലെങ്ത് ലെസ് ദാൻ 5 ആണെങ്കിൽ നമ്മളോട് എൻ്റർ ചെയ്യാൻ പറഞ്ഞു. 5 ക്യാരക്ടേഴ്സുള്ള ഒരു നെയിം എൻ്റർ ചെയ്യാനായിട്ട് പറഞ്ഞു, റിട്ടേൺ കൊടുത്തു. അപ്പോൾ ആ നെയിമിൻ്റെ ചെക്കിങ് അവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് എന്താണ്, പാസ്വേഡ്. അപ്പോൾ അതുപോലെ തന്നെ പാസ്വേഡ് ബോക്സ് ബ്ലാങ്ക് ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് എഫ് പാസ് ഈക്വൽ ടു സ്പേസ് നമ്മൾ നല്ലാണോ നോക്കി. ദെൻ അലേർട്ട് പ്ലീസ് എൻ്റർ എ പാസ്വേഡ്, ഒന്നും എൻ്റർ ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റർ ചെയ്യാൻ പറഞ്ഞു. ഇനി നമുക്ക് മിനിമം 5ഉം മാക്സിമം 10 ക്യാരക്ടേഴ്സാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എഫ് പാസ് ഡോട്ട് ലെങ്ത് ലെസ് ദാൻ 5 ഓർ എഫ് പാസ് ഡോട്ട് ലെങ്ത് ഗ്രേറ്റർ ദാൻ 10. അങ്ങനെയാണെങ്കിൽ എൻ്റർ എ പാസ്വേഡ് വിത്ത് മിനിമം 5 ക്യാരക്ടേഴ്സ് ആൻഡ് മാക്സിമം 10 ക്യാരക്ടേഴ്സ് എന്നുള്ളൊരു മെസ്സേജ് കൊടുത്തു, റിട്ടേൺ ചെയ്തു. ഓക്കെ, നമുക്ക് നേരെ ഡോക്യുമെൻറ്റ് ഡോട്ട് ആ ഫുൾ ഡോട്ട് വാല്യൂ വരെയുള്ളത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ നമ്പേഴ്സ് വേരിയബിൾസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. നമ്മൾ റൺ ചെയ്യുമ്പോൾ നമുക്ക് ഇതിൽ നമ്മൾ ബ്ലാങ്ക് ആയിട്ട് കൊടുത്തു, ലോഗിൻ ചെയ്യാൻ. അപ്പോൾ എന്ത് വന്നു, പ്ലീസ് എൻ്റർ എ നെയിം എന്നുള്ളത് വന്നു. ദെൻ നമ്മൾ ഒരു നെയിം കൊടുക്കുകയാണ്. അപ്പോൾ നെയിം ഞാനൊരു 3 ക്യാരക്ടേഴ്സുള്ള നെയിം കൊടുത്തു. അപ്പോൾ നമുക്ക് വീണ്ടും അലേർട്ട് വന്നു, എന്താണ് അറ്റ്ലീസ്റ്റ് 5 ക്യാരക്ടേഴ്സ് എങ്കിലും നമ്മൾ എൻ്റർ ചെയ്യണമെന്ന് പറഞ്ഞു. ദെൻ ഞാനതിൽ കറക്റ്റായിട്ട് 5 ക്യാരക്ടേഴ്സ് ഞാൻ കൊടുത്തു. ദെൻ ഞാൻ പാസ്വേഡ് ബ്ലാങ്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്താ മെസ്സേജ് വരേണ്ടത്, ആ പാസ്വേഡ് എൻ്റർ ചെയ്യാൻ വേണ്ടിയൊരു മെസ്സേജ് വന്നു. ഞാൻ പാസ്വേഡും നെയിം എൻ്റർ ചെയ്യാണ്. പാസ്വേഡ്
5 ക്യാരക്ടേഴ്സ് ഇല്ലാതെയാണ് എൻ്റർ ചെയ്തത്. അപ്പോൾ നമുക്ക് അലേർട്ട് ബോക്സിലെ മെസ്സേജ് ഡിസ്പ്ലേ ആയി. ഇനി ഞാനിത് കറക്റ്റായിട്ടുള്ളത് എൻ്റർ ചെയ്യാണ്. ഇതിൽ 5 ക്യാരക്ടേഴ്സും ഇതിൽ ഞാൻ 5 ക്യാരക്ടർ എൻ്റർ ചെയ്തു. അപ്പോൾ അത് കറക്റ്റായിട്ട് റീഡ് ചെയ്തു. ഇനി നമുക്ക് സെലക്ട് ബോക്സിൽ എങ്ങനെയാണ് ഡാറ്റ എടുക്കാൻ നോക്കാം. സെലക്ട് ബോക്സിന്റെ പ്രത്യേകത എന്താണ്? നമുക്ക് സെലക്ട് എന്ന് പറയുന്ന ടാഗ് ഉണ്ട്. ഡിഫറെന്റ് ഓപ്ഷൻസ് ആയിട്ടാണ് നമ്മൾ അതിൽ ഐറ്റംസ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ ഇതിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു വാല്യൂ ഒന്നും കൊടുക്കുന്നില്ല. നമ്മുടെ ടാഗ് ചെയ്ത് വാല്യൂ എന്ന് പറയുന്ന സംഭവം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇതിൽ യൂസ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ് സെലക്ടഡ് ഇൻഡെക്സ്. നമ്മൾ ഏതാണോ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിന് കറസ്പോണ്ടിങ് ഒരു ഇൻഡെക്സ് വാല്യൂ ആയിരിക്കും നമുക്ക് റിട്ടേൺ കിട്ടുന്നത്. നമുക്ക് അറിയിലുള്ള പോലെ തന്നെ 0 തൊട്ടിട്ടാണ് നമ്മുടെ ഓപ്ഷൻസിൽ ഓരോ ആദ്യം നമ്മൾ കൊടുത്ത ഓപ്ഷന് 0 ആയിരിക്കും ഇൻഡെക്സ് വരുന്നത്. രണ്ടാമത് കൊടുത്ത ഓപ്ഷന് 1 ആയിരിക്കും ഇൻഡെക്സ് വാല്യൂ, അടുത്തതിന് 2 ആയിരിക്കും. അങ്ങനെ 0 തൊട്ട് ഒരു ഇൻഡെക്സിങ് ഓട്ടോമാറ്റിക്കലി അതിന് വരുന്നുണ്ട്. അപ്പൊ സെലക്ടഡ് ഇൻഡെക്സ് എന്ന് പറഞ്ഞെടുക്കുകയാണെങ്കിൽ കറന്റ്ലി നമ്മൾ സെലക്ട് ബോക്സിൽ സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓപ്ഷന്റെ ഇൻഡെക്സ് വാല്യൂ ആണ് നമുക്ക് റിട്ടേൺ കിട്ടുന്നത്. അപ്പൊ ആ ഇൻഡെക്സ് വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ സെലക്ട് ബോക്സിന്റെ വാല്യൂ ആക്സസ് ചെയ്യുന്നത്. അടുത്തൊരു പ്രോഗ്രാം സെലക്ട് ബോക്സിൻ്റെ യൂസാണ് നോക്കുന്നത്. അപ്പോൾ നമ്മളൊരു സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് താഴെയുള്ള ടെക്സ്റ്റ് ബോക്സിനകത്ത് അതിൻ്റെ ക്യാപിറ്റൽ ഡിസ്പ്ലേ ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി ഫോം ഡിസൈൻ ചെയ്യുകയാണ്. ഫോമിന് നെയിം ഞാൻ STCAP എന്നാണ് കൊടുത്തിരിക്കുന്നത്. ദെൻ സ്റ്റേറ്റുകളുടെ ഒരു ഓപ്ഷൻ കൊടുക്കാനായിട്ട് സെലക്ട് ബോക്സ് എടുത്തു. അതിന് സൈസ് 1 കൊടുത്തു. സൈസ് 1 കൊടുത്താൽ മാത്രമേ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ആയിട്ട് വരുള്ളൂ. നെയിം സ്റ്റേറ്റ് എന്ന് കൊടുത്തു. അതിൽ ഓപ്ഷനായിട്ട് 4 ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. കേരള, കർണാടക, തമിഴ്നാട്, മഹാരാഷ്ട്ര എന്ന് കൊടുത്തു. ദെൻ ക്യാപിറ്റൽ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് ഒരു ടെക്സ്റ്റ് ബോക്സ് ഞാൻ എടുത്തു. അതിൻ്റെ പേര് ഞാൻ ക്യാപ്പ് എന്ന് കൊടുത്തു. അതുപോലെ സബ്മിറ്റ് ബട്ടൺ, അതിൻ്റെ വാല്യൂ ഷോ കൊടുത്തു. ഓൺ ക്ലിക്കിൽ നമ്മുടെ ഫംഗ്ഷൻ കോൾ ചെയ്തു. ക്യാപിറ്റൽ എന്ന് പറയുന്നൊരു ഫംഗ്ഷനാണ് എഴുതിയിരുന്നത്, അത് കോൾ ചെയ്തു. ഈ ക്യാപിറ്റൽ എന്ന ഫംഗ്ഷനിൽ ഒരു n എന്നുള്ള വേരിയബിളും അതുപോലെ തന്നെ ആൻസർ സേവ് ചെയ്യാനായിട്ടൊരു വേരിയബിൾ ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിനകത്ത് ഞാൻ സെലക്റ്റഡ് ഇൻഡെക്സ്, നമ്മുടെ സ്റ്റേറ്റ് എന്ന് പറയുന്ന സെലക്ട് ബോക്സിൽ ഏത് ഇൻഡെക്സ് ആണ് സെലക്റ്റഡ് ആയിട്ടുള്ള എന്നുള്ള ഇൻഫോർമേഷനാണ് എന്നിൽ ഞാൻ സേവ് ചെയ്തത്. ആ സെലക്റ്റഡ് ഇൻഡെക്സ് നമുക്ക് അറേ പോലെയാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ 0 ഇൻഡെക്സ് തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ ആണെങ്കിൽ 0 ആയിരിക്കും സെലക്റ്റഡ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഓപ്ഷൻ ആണെങ്കിൽ 1 ആയിരിക്കും. മൂന്നാമത്തെ ഓപ്ഷൻ ആണെങ്കിൽ 2 ആയിരിക്കും. അങ്ങനെയാണ് അതിൻ്റെ വാല്യൂസ് പോകുന്നത്. ഇനി എന്നിൽ നമ്മൾ എന്ത് ചെയ്യാണ്, സ്വിച്ച് ചെയ്യാണ്. എൻ്റെ വാല്യൂ അനുസരിച്ച് നമ്മൾ നോക്കുകയാണ്. അപ്പോൾ K0 ആണെങ്കിൽ ആദ്യത്തെ കേരള എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ്, തിരുവനന്തപുരമാണ് നമുക്ക് ഡിസ്പ്ലേ വരേണ്ടത്. പാൻസ് ഈക്വൽ ടു തിരുവനന്തപുരം ബ്രേക്ക് ചെയ്തു. ഇനി അടുത്തതാണെങ്കിൽ എന്താണ്, നമുക്ക് കർണാടകയായിരുന്നു. അപ്പോൾ അതിന് ബാംഗ്ലൂർ എന്നുള്ള ഓപ്ഷൻ വന്നു. ദെൻ കേസ് 2 തമിഴ്നാടായിരുന്നു, അപ്പോൾ ചെന്നൈ. കേസ് 3 ആണെങ്കിൽ മുംബൈ. ഇനി document.stcap.cap.value ഇത് നമ്മൾ ക്യാപിറ്റൽ പ്രിന്റ് ചെയ്യാനുള്ള ടെക്സ്റ്റ് ബോക്സിൽ നമ്മൾ ഈ ആൻസർ എന്താണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അത് നമ്മൾ സേവ് ചെയ്ത് വെച്ചു. ഓക്കെ, ഔട്ട്പുട്ട് നോക്കാം. നമ്മൾ കേരള എന്ന് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് തിരുവനന്തപുരം എന്നാണ് വരുന്നത്. ഇനി നമ്മളത് മാറ്റി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള റിസൾട്ടുകൾ അതിൽ കിട്ടുന്നതാണ്. അപ്പൊ ഈ ടെക്സ്റ്റ് ബോക്സ്, പാസ്വേഡ് ബോക്സ്, റേഡിയോ ബട്ടൺ, അതുപോലെ തന്നെ സെലക്ട് ബോക്സ്, ഇതിനൊക്കെ നമുക്ക് ഡാറ്റ എങ്ങനെയാണ് റിട്രീവ് ചെയ്യാന്ന് മനസ്സിലായി. ഇനി ഒരു ഫോം കൺട്രോൾ കൂടി ഉണ്ട്, ചെക്ക് ബോക്സ്. ചെക്ക് ബോക്സ് നമുക്കറിയാം മൾട്ടിപ്പിൾ സെലക്ഷൻ പോസിബിൾ ആവുന്നതാണ് ചെക്ക് ബോക്സ് എന്ന് പറയുന്നത്. അപ്പൊ ചെക്ക് ബോക്സിലെ വാല്യൂസ് അല്ലെങ്കിൽ നമ്മുടെ ചെക്ക് ബോക്സിൽ അത് ചെക്ക്ഡ് ആണോ അല്ലയോ എന്ന് അറിയാനുള്ള പ്രൊവിഷൻ ആണ് ജാവാസ്ക്രിപ്റ്റിനകത്തുള്ളത്. അപ്പൊ അതിന് ഒരു പ്രോപ്പർട്ടിയാണ് ചെക്ക്ഡ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി. ആ ചെക്ക്ഡ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി അതിന് വാല്യൂ എന്ന് പറയുന്നത് ബൂളിയൻ ആണ്. ട്രൂ അല്ലെങ്കിൽ ഫോൾസ് എന്ന് പറയുന്ന വാല്യൂ ആണ് ഉണ്ടായിരിക്കുക. അപ്പൊ ചെക്ക്ഡ് ചെയ്തത് ട്രൂ ആണെങ്കിൽ ആ കറസ്പോണ്ടിങ് വാല്യൂ ചെക്ക്ഡ് ആണ്. അത് ഫോൾസ് ആണെങ്കിൽ എന്താണ് അതിന്റെ മീനിങ്, ആ ഒരു ചെക്ക് ബോക്സ് ചെക്ക്ഡ് അല്ല. അപ്പൊ ആ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ചെക്ക് ബോക്സിനെ ആക്സസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് ടെക്സ്റ്റ് ബോക്സ്, അതുപോലെ തന്നെ സബ്മിറ്റ് ബട്ടൺ, അതുപോലെ സെലക്ട് ബോക്സ്. ഇത്രയും കാര്യങ്ങളിലെ ഡാറ്റ ആക്സസിങ് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വരാറുള്ളത്. അപ്പൊ എങ്ങനെയാണ് ഈ ജാവാസ്ക്രിപ്റ്റ് വഴി ഈ ടെക്സ്റ്റ് ഫോം കൺട്രോൾസിൽ നിന്ന് ഡാറ്റ ആക്സസ് ചെയ്യാന്നുള്ളത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സിൽ നമ്മൾ ചാപ്റ്റർ 6 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അനാലിസിസ് ആണ്. താങ്ക് യു.